തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവ് സംഭവിച്ചതായി പരാതി. ഇടത് കണ്ണിന് നൽകേണ്ട ചികിത്സ മാറി വലത് കണ്ണിന് നൽകിയെന്നാണ് പരാതി. സംഭവത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. കണ്ണിലെ നീർക്കെട്ട് കുറയാൻ നൽകുന്ന കുത്തിവയ്പ്പാണ് മാറി നൽകിയത്. നോർമലി കാഴ്ച വലിയ അധികം കുഴപ്പമില്ലാത്ത ഒരു കണ്ണായിരുന്നു വലത് കണ്ണ്. ഇപ്പം ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ചെറിയ ചെറിയ വെളിച്ചടിക്കുമ്പം അതായത് മിന്നുന്ന രീതിയിലുള്ള, അതായത് കണ്ടിന്യൂ ആയിട്ട് മിന്നുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പം ഫീൽ ചെയ്യുന്നത്. ഭീമാപ്പള്ളി സ്വദേശിനിയായ 59-കാരി അസൂറ ബീവിക്കാണ് ചികിത്സ മാറി നൽകിയതിനെ തുടർന്ന് ഈ ദുർഗതി അനുഭവിക്കേണ്ടി വന്നത്. ഇടതു കണ്ണിന് കാഴ്ചക്കുറവുണ്ടായതിനെ തുടർന്ന് 1 മാസക്കാലമായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപത്തുള്ള സർക്കാർ കണ്ണാശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ മധ്യവയസ്ക. തിങ്കളാഴ്ച തന്നെ പബ്ലിക് ലാബിൽ ഇപ്പോൾ ഒരു ടെസ്റ്റ് എടുത്ത് അതിനെ കൂടെ റിസൾട്ട് കൊണ്ടുവന്നിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞ് ഫ്രിഡ്ജിൽ മരുന്ന് വാങ്ങിക്കൊടുത്ത്. ചൊവ്വാഴ്ചയാണ്, ഇന്നലെയാണ് ഓപ്പറേഷൻ. പിന്നെ ഓപ്പറേഷൻ അല്ല, ഇഞ്ചക്ഷനാണ്. പിന്നെ അതിന് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയി കിടത്തി തന്നെ എനിക്കറിയാം, വേറെ ഓർമ്മയൊന്നുമില്ല. പിന്നെ അതിന് ശേഷം ഇഞ്ചക്ഷൻ എടുത്തത് ഏതലാണെന്ന് ഓർമ്മയില്ല എനിക്ക്. പിന്നെ അതിനെ കൊണ്ട് കടത്തി ഇറങ്ങി വരുന്ന സമയത്താണ് പിന്നെ ഞാൻ കൈവച്ച് നോക്കിയപ്പോൾ എൻ്റെ വലത്തെ കണ്ണിലാണ് കെട്ടുണ്ടായിരുന്നത്. കണ്ണ് മരവിപ്പിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ നൽകുന്ന ചികിത്സയാണ് മാറിപ്പോയത്. കണ്ണിൽ ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള മരുന്ന് ഡോക്ടറുടെ ആവശ്യപ്രകാരം കുടുംബം ആശുപത്രിയിൽ നിന്ന് വാങ്ങി നൽകിയിരുന്നു. അഡ്മിറ്റായതിനു ശേഷം ഇടതു കണ്ണ് ക്ലീൻ ചെയ്തു. എന്നാൽ ഇടതു കണ്ണിനെടുക്കേണ്ട ഇഞ്ചക്ഷൻ വലതു കണ്ണിനെടുക്കുകയായിരുന്നു. പിന്നാലെ ആരോഗ്യവകുപ്പിനും കന്റോൺമെന്റ് പോലീസിനും കുടുംബം പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ SS സുജീഷിനെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ 2 കണ്ണിനും പ്രശ്നമുണ്ടായിരുന്നു എന്നാണ് ഡോക്ടറുടെ വാദം. ഇത് കുടുംബം പൂർണ്ണമായി നിഷേധിച്ചു. നമ്മൾ ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് തുള്ളി മരുന്നൊക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നു. അത് ഇടത് കണ്ണിൽ മാത്രമാണ് ഒഴിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇഞ്ചക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് അണുവിമുക്തമായിരിക്കാൻ വേണ്ടിയുള്ള ഒരു തുള്ളി മരുന്നായിരുന്നു. അപ്പോൾ അതാണ് 3 ദിവസം ഒഴിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇന്നലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയത്. കുടുംബത്തിന്റെ പരാതിയിൽ തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. മരുന്നു മാറി കുത്തിവച്ച കണ്ണിന്റെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.